ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൻ. രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നിമിനുങ്ങുന്ന ഒരു മനോഹരമായ കാഴ്ചയാകും നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ അനന്തമായ ശൂന്യതയിൽ ഒരു അദൃശ്യ ശക്തി നമ്മളെയും നമ്മുടെ ഗാലക്സിയെയും അതിൻ്റെ ഭീമാകാരമായ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ക്ഷീരപഥം മാത്രമല്ല, ഏകദേശം 1,00,000-ഓളം ഗാലക്സികൾ ഈ നിഗൂഢമായ ഗുരുത്വാകർഷണത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്നത് ദ ഗ്രേറ്റ് അട്രാക്ടർ എന്നാണ്. ഒരു പ്രകാശവർഷം എന്നത് നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തത്ര വലിയ ദൂരമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യനും സൗരയൂഥവുമാകട്ടെ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു സെക്കൻഡിൽ 220 കിലോമീറ്റർ എന്ന വേഗതയിലും വലയം വെക്കുന്നു. എന്നാൽ നമ്മുടെ ക്ഷീരപഥമാകട്ടെ പ്രപഞ്ചത്തിലൂടെ ഒരു സെക്കൻഡിൽ ഏകദേശം 600 കിലോമീറ്റർ വേഗതയിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വേഗതകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു ശരാശരി 80 വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏകദേശം 2,25,000 കോടി കിലോമീറ്ററുകൾ ദൂരം ബഹിരാകാശത്തിൻ്റെ ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഇതൊരു പ്രകാശവർഷത്തിൻ്റെ ഏകദേശം 22% വരും. ഭൂമിയുടെയും സൂര്യൻ്റെയും കറങ്ങുന്ന ചലനങ്ങളെ മാറ്റിയാൽ കൂടെ ക്ഷീരപഥത്തിൻ്റെ മാത്രം ചലനം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ പ്രകാശവർഷത്തിൻ്റെ 16% ദൂരവും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അതിവേഗ യാത്രയുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഗ്രേറ്റ് അട്രാക്ടർ നമ്മളിൽ നടത്തുന്ന ഗുരുത്വാകർഷണ ബലം. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് പ്രധാനമായും 2 ശക്തികളാണ്: ഗുരുത്വാകർഷണ ബലവും ഡാർക്ക് എനർജിയും. ഗുരുത്വാകർഷണം വസ്തുക്കളെ ആകർഷിച്ച് പ്രപഞ്ചത്തെ ചുരുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഡാർക്ക് എനർജി ബഹിരാകാശത്തെ വികസിപ്പിച്ച് പ്രപഞ്ചത്തെ വലുതുമാക്കുന്നു. പിണ്ഡമുള്ള വസ്തുക്കൾ എവിടെയുണ്ടോ അവിടെ ഗുരുത്വാകർഷണത്തിന് ആധിപത്യമുണ്ടാകും. അവിടെ പ്രദേശങ്ങൾ ചുരുങ്ങുകയും ചെയ്യും. എന്നാൽ ശൂന്യമായ ബഹിരാകാശത്ത് ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം കൂടുതലാണ്. അവിടെ പ്രപഞ്ചം വികസിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഗാലക്സികൾ പോലുള്ള വലിയ കൂട്ടായ്മകളിൽ ഗ്രാവിറ്റിയുടെ സ്വാധീനമാണ് മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ഗാലക്സികൾക്ക് അവയുടെ ചുറ്റുപാടിനനുസരിച്ച് ചലനങ്ങളും ഉണ്ടാകുന്നു. ഓരോ ഗാലക്സികൾക്കും 2 തരം വേഗതകളാണുള്ളത്: പ്രത്യേകത വേഗത അഥവാ പെക്യൂലിയർ വെലോസിറ്റി, അതിൻ്റെ ചുറ്റുപാടുകളിലെ മറ്റ് ഗാലക്സികളെ അപേക്ഷിച്ചുള്ള ആപേക്ഷിക ചലനം. രണ്ടാമതായി ഹബിൾസ് ഫ്ലോ, പ്രപഞ്ച വികാസം കാരണം നമ്മളിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ വേഗത. ഈ വേഗതകൾ അളക്കുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത്: നമ്മുടെ ക്ഷീരപഥത്തിനടുത്തുള്ള ആയിരക്കണക്കിന് ഗാലക്സികൾ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീരപഥത്തിൻ്റെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ നിന്നും നമ്മളും ഒരു സെക്കൻഡിൽ 600 കിലോമീറ്റർ വേഗതയിൽ അതേ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ് എന്ന് മനസ്സിലാകുകയുണ്ടായി. എല്ലാ ഗാലക്സികളെയും തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ആ ഭീമാകാരനായ അദൃശ്യ ശക്തിയാണ് ദ ഗ്രേറ്റ് അട്രാക്ടർ. 1,00,000 ഗാലക്സികളെ തന്നിലേക്ക് വലിച്ചെടുക്കുവാൻ മാത്രം ഗുരുത്വാകർഷണ ശക്തിയുണ്ടെങ്കിൽ ഗ്രേറ്റ് അട്രാക്ടർ ഒരു വലിയ വസ്തുവായിരിക്കണം. പക്ഷെ നമുക്കതിനെ കാണുവാൻ സാധിക്കുന്നില്ല. ഇതിനൊരു രസകരമായ കാരണവുമുണ്ട്. നമ്മുടെ ക്ഷീരപഥം ഒരു വലിയ ഡിസ്ക് പോലെയാണ്. നമ്മൾ ഈ ഡിസ്കിൻ്റെ ഏകദേശം അരികിലായുമാണ്. കേന്ദ്രത്തിൽ നിന്നും 27,000 പ്രകാശവർഷങ്ങൾ അകലെ. ക്ഷീരപഥത്തിൻ്റെ ഡിസ്കിനാകട്ടെ 1000 മുതൽ 3000 പ്രകാശവർഷം വരെ കനവുമുണ്ട്. നമ്മൾ ഭൂമിയിൽ നിന്നും നോക്കുന്ന സമയം ഈ ഗാലക്സിയുടെ ഡിസ്കിൻ്റെ പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന ദൂരെയുള്ള വസ്തുക്കളെ കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഗാലക്സിയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും വാതകങ്ങളുമെല്ലാം ഈ കാഴ്ചയെ മറയ്ക്കുന്നു. ആ അദൃശ്യ മേഖലയാണ് നാം സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്.
ആയതിനാൽ തന്നെ സോൺ ഓഫ് അവോയ്ഡൻസിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് അട്രാക്ടറിനെ ദൃശ്യപ്രകാശത്തിലൂടെ നമ്മൾ എത്ര ശക്തമായ ദൂരദർശിനി ഉപയോഗിച്ചാലും നമുക്ക് കണ്ടെത്തുവാനും സാധിക്കുകയില്ല. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനേക്കാൾ എത്രയോ വലിയ ശക്തിയാണ് ഗ്രേറ്റ് അട്രാക്ടർ. കാരണം അതിൻ്റെ സ്വാധീനത്തിലുള്ള ഓരോ ക്ഷീരപഥങ്ങളിലും അതിൻ്റേതായ ബ്ലാക്ക് ഹോളുകളുണ്ട്. എന്നിട്ടും ഇവയെ മുഴുവൻ വലിക്കുവാൻ കഴിയണമെങ്കിൽ ഇത് ഭാവനയ്ക്കും അപ്പുറമുള്ള ഒരു പിണ്ഡമായിരിക്കണം. നമ്മുടെ ക്ഷീരപഥം ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് എന്ന ഒരു ചെറിയ ഗാലക്സി കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ ആൻഡ്രോമേഡ ഗാലക്സിയും ട്രയാങ്കുലൻ ഗാലക്സിയും അവയുടെ ഉപഗ്രഹ ഗാലക്സികളും ഉൾപ്പെടുന്നു. ലോക്കൽ ഗ്രൂപ്പിലെ എല്ലാ ഗാലക്സികളുമാകട്ടെ പരസ്പരം അടുത്തുകൊണ്ടുമിരിക്കുകയാണ്. ഈ ലോക്കൽ ഗ്രൂപ്പാകട്ടെ വിർഗോ ക്ലസ്റ്റർ എന്ന ഏകദേശം 2000 ഗാലക്സികളുള്ള ഒരു വലിയ ക്ലസ്റ്ററിൻ്റെ ഭാഗവുമാണ്. ഈ വിർഗോ ക്ലസ്റ്ററിനും അതിൻ്റേതായ ഒരു ഗുരുത്വാകർഷണ കേന്ദ്രവുമുണ്ട്. ഈ വിർഗോ ക്ലസ്റ്ററും ലോക്കൽ ഗ്രൂപ്പും ചേർന്ന് വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന വലിയൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നു. അവസാനമായി വിർഗോ സൂപ്പർ ക്ലസ്റ്റർ ഉൾപ്പെട്ടിരിക്കുന്നതാകട്ടെ അതിഭീമാകാരമായ ലെനേക്ക സൂപ്പർ ക്ലസ്റ്റർ എന്ന ഘടനയുടെ ഭാഗവും. ഏകദേശം 1,00,000-ഓളം ഗാലക്സികളാണ് ലെനേക്കയിലുള്ളത്. ഈ 1,00,000 ഗാലക്സികളുടെ പൊതുവായ ആകർഷണ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ദ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതൊരൊറ്റ ബിന്ദുവിനേക്കാളുപരി ലക്ഷക്കണക്കിന് ഗാലക്സികളുടെ പിണ്ഡം ചേർന്നുണ്ടായ അതിഭീമാകാരമായ ഒരു ഗുരുത്വാകർഷണ കേന്ദ്രവുമാണ്. ലെനേക്കയിലെ എല്ലാ ഗാലക്സികളും ഈ ഗുരുത്വാകർഷണത്തിൻ്റെ പടുകുഴിയിലേക്ക് ഒഴുകിക്കൊണ്ടുമിരിക്കുന്നു. ഈ ഒഴുക്കിനെയാണ് നാം കോസ്മിക് ഫ്ലോ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചത്തെ വലിയൊരു നെറ്റ്വർക്ക് പോലെയാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. ഇതിനെയാണ് കോസ്മിക് വെബ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വെബിൽ ഗാലക്സികളും ഗാലക്സി ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളുമെല്ലാം ഒരു വലിയ വലക്കണ്ണി പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഈ വെബുകൾക്കിടയിൽ ഗാലക്സികൾ തീരെയില്ലാത്ത വലിയൊരു ശൂന്യതയുണ്ട്. അവയാണ് വോയിഡുകൾ. ഈ വോയിഡുകളിലാണ് പ്രപഞ്ചവികാസം ഏറ്റവും കൂടുതൽ നടക്കുന്നതും. ഒരു കോസ്മിക് വെബിലെ ഓരോ സൂപ്പർ ക്ലസ്റ്ററിനും അതിൻ്റേതായ ഒരു ഗുരുത്വാകർഷണ കേന്ദ്രവുമുണ്ട്. ലെനേക്കയിലെ ഗാലക്സികൾ ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് ഒഴുകുന്നതിന് സമീപമുള്ള പേഴ്സിയസ് സൂപ്പർ ക്ലസ്റ്ററിലെ ഗാലക്സികൾ അതിൻ്റേതായ കേന്ദ്രത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗ്രേറ്റ് അട്രാക്ടറും കോസ്മിക് ഫ്ലോയും പോലുള്ള ആശയങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളവയാണ്. സോൺ ഓഫ് അവോയ്ഡൻസിലായതുകൊണ്ട് നമുക്കതിനെ നേരിട്ട് ദൃശ്യപ്രകാശത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ഗാലക്സികളുടെ ഡിസ്കിനുള്ളിലൂടെ കടന്നു പോകുവാൻ കഴിയുന്ന മറ്റ് തരംഗ ദൈർഘ്യങ്ങളിലുള്ള പ്രകാശങ്ങളെ ഉപയോഗിച്ച് ഗ്രേറ്റ് അട്രാക്ടറിനെ കുറിച്ച് പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ പ്രപഞ്ചത്തിലെ ഈ അദൃശ്യ ഭീമൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാം. പ്രപഞ്ചത്തിൻ്റെ ഈ ഭീമാകാരമായ ആകർഷണ ശക്തികളെ അതിൻ്റെ വെബ് പോലുള്ള ഘടനകളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടേത് ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായി സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസവും നേരുന്നു. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ടാറ്റാ, ബൈ ബൈ. എല്ലാവരും നല്ലപോലെ ഇരിക്കുക കേട്ടോ.